2025 ഫെബ്രുവരി മാസം 14 മധ്യപ്രദേശിലെ ഗുണ നഗരത്തിലെ ഒരു ഫ്ലാറ്റിന് മുന്നിൽ അൽക്ക എന്ന സ്ത്രീ വാതിന് മുന്നിൽ നിന്ന് ഡോർബെൽ വീണ്ടും അമർത്തി. എന്നാൽ അവരുടെ മകനായ അബിയിൽ നിന്നും യാതൊരു മറുപടി ലഭിച്ചില്ല. അവൾ ഫ്ലാറ്റിന് പുറത്ത് ബാഡ്മിന്റൺ കളിക്കാൻ പോയിട്ട് വൈകുന്നേരം ഒരു 6:19 തിരികെ വന്നിരുന്നു. വൈകുന്നേരം 7:35 വരെ കാത്തിരുന്നിട്ടും മകന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണം ഉണ്ടായില്ല. ഒരു പക്ഷേ അബി ഹെഡ്ഫോണുകൾ ഓൺ ചെയ്ത് പാട്ട് കേൾക്കുന്ന തിരക്കിലായിരിക്കുമോ, അതോ വീഡിയോ ഗെയിമിൽ അവൻ മുഴുകിയിരിക്കുകയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് അൽക്കയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അവന്റെ നിശബ്ദതയിൽ അസ്വസ്ഥത തോന്നിയ അവൾ എന്താണ് സംഭവിച്ചത് എന്ന് പറയാനായി ഭർത്താവായ അനുപമിനെ വിളിച്ചു. ഫ്ലാറ്റ് ഉടമയുടെ അടുത്തേക്ക് പോയി വാതിൽ തുറന്ന് അബിയെ അന്വേഷിക്കാൻ വേണ്ടി സ്പെയർ താക്കോൽ ചോദിക്കാനായി അനുപം നിർദ്ദേശിച്ചു. എന്നാൽ അൽക്ക വീണ്ടും അവളുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു. അവളും അതേ ഉപദേശം തന്നെയാണ് നൽകിയത്. അങ്ങനെ അൽക്ക ഫ്ലാറ്റ് ഉടമയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൾ വാതിൽ മുട്ടിയപ്പോൾ ഫ്ലാറ്റ് ഉടമ വാതിൽ തുറന്നു. അൽക്ക പെട്ടെന്ന് തന്നെ ആ സാഹചര്യം വിശദീകരിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും ചോദിച്ചു. ഫ്ലാറ്റ് ഉടമയുടെ ഭാര്യ അൽക്കയ്ക്ക് ഒരു സെറ്റ് താക്കോല് നൽകി. അൽക്ക അത് വളരെ വേഗത്തിൽ എടുത്തുകൊണ്ട് ഫ്ലാറ്റിൻ്റെ വാതിൽക്കൽ മുൻപോന്ന് നിന്നു. ആ പൂട്ട് ഓരോന്നായും അവളിങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ കുറേ നേരത്തെ ശ്രമങ്ങൾക്ക് ശേഷം ഒരു താക്കോൽ ഒടുവിൽ പ്രവർത്തിച്ചു. വാതിലും തുറന്നു. അൽക്ക അകത്തേക്ക് കയറി. വളരെ ദേഷ്യത്തോടു കൂടി മകൻ ആബിയെ വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഇങ്ങനെ നടക്കുകയായിരുന്നു. അവളുടെ ശബ്ദം വളരെ ഉയർന്നുണ്ടായിരുന്നു. ഹാളിലും കിടപ്പുമുറിയിലും അടുക്കളയിലും എല്ലായിടങ്ങളിലും അവനെ നോക്കി. എന്നാൽ അവൻ എവിടെയും ഇല്ല. വല്ലാത്ത അമ്പരപ്പോടെയും കൂടുതൽ അസ്വസ്ഥതയോടെയും അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലായിടത്തും തിരയാൻ തുടങ്ങി. അവനെ കണ്ടെത്തും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി അൽക്ക ബാത്റൂമിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി. കുളിമുറിയുടെ വാതിൽ തുറന്ന ഉടനെ അവളുടെ വായിൽ നിന്നും ഒരു വലിയ നിലവിളി ശബ്ദമായിരുന്നു ഉയർന്നത്. അപ്പോൾ ക്ലോക്കിൽ സമയം 7:55. നിലവിളി കേട്ട് ഫ്ലാറ്റ് ഉടമയുടെ ഭാര്യ അൽക്കയുടെ വീട്ടിലേക്ക് ഓടി വരാൻ തുടങ്ങി. കുളിമുറിയുടെ വാതിലിന് മുൻപിൽ വിറച്ചു നിൽക്കുന്ന അൽക്കയായിരുന്നു അവർ കണ്ടത്. എന്തോ ഭയാനകമായത് കണ്ടതുപോലെയായിരുന്നു അൽക്കയുടെ ആ നിൽപ്പ്. ഫ്ലാറ്റ് ഉടമയുടെ ഭാര്യ പെട്ടെന്ന് മുന്നോട്ട് വന്ന് അൽക്കയെ മാറ്റി ബാത്റൂം സ്വയം പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അകത്ത് കടന്നപ്പോൾ അസാധാരണമായ ഒന്നും തന്നെ കണ്ടില്ല. തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോൾ അൽക്ക വീണ്ടും നിലവിളിച്ചു. അവൾ അങ്ങനെ നിലവിളിച്ചപ്പോൾ അവളുടെ കണ്ണുകളെല്ലാം അങ്ങനെ വിടർന്നു വരുന്നുണ്ടായിരുന്നു. അതിനാൽ ഫ്ലാറ്റ് ഉടമ വീണ്ടും കുളിമുറിയിലേക്ക് നോക്കിയപ്പോൾ അവളുടെ രക്തം തണുത്തുറയുന്ന രീതിയിലുള്ള കാഴ്ചയായിരുന്നു കണ്ടത്. അവിടെ ടോയ്ലറ്റിനടുത്ത് അവരുടെ മകനായ ആബി കിടക്കുന്നുണ്ടായിരുന്നു, യാതൊരു ചലനവുമില്ലാതെ. ഈ ശബ്ദമെല്ലാം കേട്ട് ഫ്ലാറ്റിലെ അയൽക്കാരെല്ലാം സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി. സമയം കളയാതെ പോലീസിനെയും അറിയിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസും ആംബുലൻസും സംഭവസ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥർ ഫ്ലാറ്റിലേക്ക് പ്രവേശിച്ച് ആബിയുടെ മൃതദേഹം ശ്രദ്ധാപൂർവം എടുത്ത് ആംബുലൻസിലേക്ക് വെച്ചു. ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് കടുത്ത ഞെട്ടലായിരുന്നു. നീ എന്തിനാണ് ഇത് ചെയ്തത്? ഇനി ഒരിക്കലും കുറഞ്ഞ മാർക്ക് വാങ്ങിയതിന് നിന്നെ ശകാരിക്കില്ല എന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇങ്ങനെ അൽക്ക ആവർത്തിച്ച് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. എന്തായാലും ആബിയുടെ മൃതദേഹം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. എല്ലാവർക്കും ഒരേയൊരു ചോദ്യമായിരുന്നു ബാക്കിയായത്. പരീക്ഷാഫലം മോശമായതിനാലാണോ അബി ആത്മഹത്യ ചെയ്തത്? അല്ലെങ്കിൽ കൂടുതൽ അപകടകരമായ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അവനെ കൊന്നതാണോ? അങ്ങനെ കൊല്ലണമെങ്കിൽ ആർക്കാണ് അവനോട് ഇത്ര വൈരാഗ്യവും ദേഷ്യവും ഉള്ളത്? ആർക്കങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ഈ കേസിന്റെ അന്വേഷണം കൂടുതൽ ആഴത്തിലേക്ക് പോയപ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാനാകാത്ത ചില സത്യങ്ങളായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഈ ഒരു സംഭവത്തിന്റെ നിഗൂഢത ശരിക്കും ഹൃദയഭേദകമാണ്. അന്ന് ആ ഫ്ലാറ്റിൽ അബിക്ക് ശരിക്കും എന്ത് സംഭവിച്ചു? പരീക്ഷാഫലം കുറഞ്ഞതിനാൽ അവൻ ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അവനെ കൊന്നതാണോ? വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹത്തിലൂടെയാണ് അൽക്കയും അനുപമും വിവാഹിതരായത്. രണ്ട് കുടുംബവും അവരെ ഒന്നിപ്പിച്ചു. തുടക്കത്തിൽ എല്ലാം സന്തോഷകരവും പ്രതീക്ഷ നൽകുന്ന തരത്തിലായിരുന്നു മുന്നോട്ട് പോയത്. അനുപമിന് പുതുതായി ബാങ്കിൽ ഒരു സ്ഥിര ജോലി ലഭിച്ചു. അയാൾ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെയും പോറ്റി. ജീവിതം നന്നായി തന്നെ കാണപ്പെട്ടു. പക്ഷെ വിവാഹം കഴിഞ്ഞ് അടുത്ത 2 വർഷത്തിനുള്ളിൽ അവർക്കൊരു വലിയ പ്രശ്നം നേരിടേണ്ടി വന്നു.
എത്ര ശ്രമിച്ചിട്ടും അവർക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചില്ല. ഇത് രണ്ടുപേരെയും ഒരുപാട് ദുഃഖത്തിലാഴ്ത്തി. അതവരുടെ കുടുംബങ്ങളെയും ആശങ്കയിലാഴ്ത്തി. നല്ല വാർത്ത പ്രതീക്ഷിച്ച് അവർ പല ഡോക്ടേഴ്സിനെയും സന്ദർശിച്ചു. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു ദിവസം അവരുടെ ഒരു കുടുംബ ഡോക്ടർ പുതിയൊരു കാര്യം നിർദ്ദേശിച്ചു. ടെസ്റ്റ് ട്യൂബ് ശിശു ചികിത്സ എന്ന് വിളിക്കപ്പെടുന്ന IVF-നെ കുറിച്ച് അദ്ദേഹം അവരോട് പറഞ്ഞു. ആദ്യം ആ കുടുംബത്തിനൊരൽപ്പം ഭയം തോന്നിയെങ്കിലും അനുപമും അൽക്കയും അത് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. അവർ തുടക്കത്തിൽ പരിഭ്രാന്തരായിരുന്നു, പക്ഷെ പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനും ആഗ്രഹങ്ങൾക്ക് ശേഷം അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിച്ചു. 2010 IVF വഴി അൽക്കയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായിരുന്നു അത്. അവരുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞു. ഒടുവിൽ അവരുടെ ആ വീട് ഒരു കുട്ടിയുടെ ചിരിയുടെ ശബ്ദത്താൽ നിറഞ്ഞു. സമയം അങ്ങനെ പറന്നുപോയി. അവരുടെ മകനും വളർന്നു. 2024 എത്തി. ആ വർഷം ഡിസംബറിൽ അനുപമിന് ജോലിയിൽ നിന്നും ഒരു സ്ഥലമാറ്റം ലഭിച്ചു. അയാൾക്ക് ഈ ഗുണയിൽ നിന്നും മധ്യപ്രദേശിൽ 250 കിലോമീറ്റർ അകലെയുള്ള ഭോപ്പാലിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. ആ ഒരു സ്ഥലം മാറ്റം കുടുംബത്തിനും വലിയൊരു മാറ്റം തന്നെയായിരുന്നു. താമസം മാറിയതിനു ശേഷം അൽക്കയ്ക്ക് ഏകാന്തത അനുഭവപ്പെടാൻ തുടങ്ങി. പുതിയ സ്ഥലവും വ്യത്യസ്തമായിരുന്നു. പഴയ അയൽപ്പക്കവും അവളുടെ ദിനചര്യയെല്ലാം അവൾക്ക് നഷ്ടമായി. അനുപം ജോലി സ്ഥലത്ത് തിരക്കിലായതിനാലും മകൻ പലപ്പോഴും സ്കൂളിലോ സുഹൃത്തുക്കളോടൊപ്പമോ ആയിരിക്കുന്നതിനാലും ദിവസങ്ങൾ അവൾക്ക് വളരെ നീണ്ടതുപോലെ തോന്നി. വളരെ ശാന്തത പോലെ തോന്നി. പതിയെ പതിയെ അനുപമിന് അവളുടെ സങ്കടം മനസ്സിലായി. അതുകൊണ്ട് അവളെ പുതുതായി എന്തെങ്കിലും ചെയ്യാനായി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഗുണയിലെ തന്നെ ഒരു വനിതാ ഗ്രൂപ്പിൽ ചേരാൻ അയാൾ അവളോട് ഉപദേശിച്ചു. ആദ്യം അവൾക്കതിൽ യാതൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ഉറപ്പില്ല. എന്നിട്ട് കൂടിയും അയാൾക്ക് അതിനെ സമ്മതിച്ചു. അവൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ആ ഗ്രൂപ്പിലുള്ളവർ അവളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഈ ഗ്രൂപ്പിലുള്ളതൊക്കെ വളരെ രസകരമായ ആക്ടിവിറ്റീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ തന്നെ അവർ യോഗ ചെയ്യും, ഉച്ചകഴിഞ്ഞ് ബാഡ്മിന്റൺ കളിക്കാനായി പോകും. തുടങ്ങിയ രസകരവും ആരോഗ്യകരവുമായ നിരവധി കാര്യങ്ങൾ അവരെല്ലാം ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. പതിയെ പതിയെ അൽക്കയും പഴയ രീതിയിലേക്ക് മാറി തുടങ്ങി. അവൾ സന്തോഷിക്കാൻ തുടങ്ങി. വീണ്ടും അവൾ ആളുകളോട് കൂടുതൽ ബന്ധം സ്ഥാപിച്ചു. പക്ഷേ അവരുടെ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 2025 ഫെബ്രുവരി മാസം 14 ഭയങ്കരമായ ഒരു കാര്യം ആ വീട്ടിൽ സംഭവിച്ചു. അവരുടെ ഏക മകനായ അഭിയുടെ ജെയിൻ എന്ന അബി കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് ഫ്ളാറ്റിലെത്തിയപ്പോൾ അവർ എല്ലാം ശ്രദ്ധാപൂർവം പരിശോധിക്കാൻ തുടങ്ങി. വീടിനുള്ളിലേക്ക് ആരെങ്കിലും ഇങ്ങനെ നിർബന്ധിച്ച് പ്രവേശിച്ചതിന്റെ യാതൊരു ലക്ഷണങ്ങളും അവർ കണ്ടില്ല. മറ്റാരെങ്കിലും ഫ്ളാറ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്നവർ പരിശോധിച്ചു. എന്നാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന യാതൊരു തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. ഇപ്പോ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നിൽക്കുമ്പോഴായിരുന്നു ഫെബ്രുവരി മാസം 15 അബിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നു. അബി ഉച്ചയ്ക്ക് ഒരു 2:30-നും 3-നും ഇടയിൽ മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ ആ സമയത്ത് അയാൾക്ക് വീട്ടിലുണ്ടായിരുന്നല്ലോ. പിന്നെയും എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? എന്തുകൊണ്ട് അവൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല? അതിനാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഉച്ച കഴിഞ്ഞ് ഒരു 3:30-ന് അയാൾക്ക് ബാഡ്മിന്റൺ കളിക്കാനായി പോകുന്നത് കണ്ടു. വൈകുന്നേരം ഒരു 6:09 അല്ലെങ്കിൽ 6:10 ആയപ്പോഴേക്കും അവൾ തന്റെ അപ്പാർട്ട്മെന്റിന് മുൻപിലുള്ള സ്ഥലത്തൂടെ നടന്നു വരുന്നുണ്ട്. ആ സമയത്ത് അവൾ അവളുടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. ഏകദേശം ഒരു 5-10 മിനിറ്റ് സുഹൃത്തുമായി അവൾ സംസാരിച്ചു കൊണ്ട് നിന്നു. സംഭാഷണത്തിന് ശേഷം ആൽക്ക നേരെ തന്റെ കെട്ടിടത്തിലേക്ക് പോയി. ഫ്ളാറ്റിൽ മുറിക്ക് മുൻപിൽ വന്ന് നിന്നു. വൈകുന്നേരം ഒരു 6:19 ആയപ്പോൾ തന്നെ അവൾ അവിടെ എത്തിയിരുന്നു. ആ സമയം മുതൽ മകനെ അവൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 7:35 വരെയും അങ്ങനെ വാതിൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ അവൾ അനുപമിനെ വിളിക്കുകയും പിന്നീട് മറ്റൊരു സുഹൃത്തിനെ വിളിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഒരു ചോദ്യം പോലീസിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയത്. തന്റെ കുഞ്ഞ് ഒരു മുറിയിൽ അടഞ്ഞു കിടക്കുകയാണെന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തവൻ കഷ്ടപ്പെടുകയാണ് എന്ന് കണ്ടെത്തുന്ന ഏതൊരമ്മയും 20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊന്നും കാത്തിരിക്കേയില്ല, പ്രത്യേകിച്ച് തൻ്റെ കുട്ടി അപകടത്തിലാണ് എന്നറിഞ്ഞതിനു ശേഷവും. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ലായിരുന്നു. അയാൾക്ക് അത്രയേറെ സമയം കാത്തിരുന്നു. ഈ ഒരു വിചിത്രമായ പെരുമാറ്റം പോലീസിന് സംശയം ജനിപ്പിച്ചു. അതിനാൽ അവർ തിരികെ വീണ്ടും ചെന്ന് ഈ CCTV ദൃശ്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധാപൂർവം അങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. ആ സമയം അവർ കണ്ടെത്തിയത് അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. വീട്ടു ജോലിക്കാരി ഉച്ചയോടുകൂടി ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിയ ശേഷം അയാൾക്ക് ഒഴികെ മറ്റാരും അകത്തേക്ക് പോയിട്ടേയില്ല. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി അയൽക്കാരുമായി സംസാരിക്കാൻ പോലീസ് തീരുമാനിച്ചു. അയൽക്കാരിൽ ഒരാൾ വളരെ രസകരമായ ഒരു കാര്യമായിരുന്നു പറഞ്ഞത്.
ഉച്ചയോടെ പാത്രങ്ങൾ തറയിൽ വീഴുന്നത് പോലുള്ള ഒരു വലിയ ശബ്ദം അവരുടെ ഫ്ലാറ്റിൽ നിന്നും കേട്ടിരുന്നു. പക്ഷേ വെറുതെ വീണതായൊന്നും തോന്നിയില്ല. ആരോ പാത്രങ്ങൾ ചുമരിലേക്ക് എടുത്ത് എറിയുന്നത് പോലെയാണ് തോന്നിയത്. ഇങ്ങനെ ഒരു വിവരം പോലീസിന് ലഭിച്ചെങ്കിൽ പോലും ഈ ഒരു കേസുമായി അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ പോലീസിന് അതൊരു വലിയ ലീഡായി തോന്നിയില്ല. അഭി എങ്ങനെ മരിച്ചു എന്ന് പോലീസിന് അപ്പോഴും കൃത്യമായി പറയാൻ സാധിച്ചില്ല. എന്നാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ശ്രദ്ധിച്ചു. ഒരു ചങ്ങല കൊണ്ടാകാം എന്ന് തോന്നിക്കുന്ന ഒരു അടയാളം അവന്റെ കഴുത്തിലുണ്ടായിരുന്നു. ആ ചെയിൻ എന്താണെന്ന് അൽക്കയോട് ചോദിച്ചപ്പോൾ തന്റെ മകൻ പലപ്പോഴും ഒരു ചെയിൻ ധരിക്കാറുണ്ടെന്ന് അവൾ സ്ഥിരീകരിച്ചു. ചിലപ്പോൾ അവനത് ഊരി മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ അവനത് ഇഷ്ടപ്പെട്ട് ധരിക്കാറുമുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ആ ചെയിൻ വീട്ടിലുണ്ടോ അതോ നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ആൽക്ക അത് തന്റെ കൈവശം ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. അഭി ശ്വാസമുട്ടൽ മൂലമാണ് മരിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് അവന്റെ ശ്വാസം എങ്ങനെയോ നിലച്ചിട്ടുണ്ട്. അപ്പോ ആ ശ്വാസം എങ്ങനെ നിലച്ചു എന്നുള്ളത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. 2025 മാർച്ച് മാസം 11 പോലീസ് അൽക്കയുടെ അപ്പാർട്ട്മെന്റിലെത്തി വാതിൽ മുട്ടി. വാതിൽ തുറന്നത് അൽക്കയായിരുന്നു. പോലീസ് ഉടൻ തന്നെ അൽക്കയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്വന്തം മകന്റെ കൊലപാതകത്തിന് അവളെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് അവർ അവിടെ വെച്ച് തന്നെ അവളെ അറിയിച്ചിരുന്നു. സത്യത്തിൽ അവൾ ആകെ ഞെട്ടിപ്പോയി. ഉച്ചത്തിൽ പ്രതിഷേധിക്കാൻ തുടങ്ങി. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ മകൻ സ്വയം ഇത് ചെയ്തതാണ്. അവന്റെ പരീക്ഷാഫലം മോശമായിരുന്നു, അതുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ വിളിച്ചു പറയുന്നത് സ്റ്റേഷനിൽ ഒരു വലിയ രംഗത്തിന് തന്നെ കാരണമായി. തന്റെ മകന്റെ പരീക്ഷയിലെ മോശം പ്രകടനമാണ് അവനെ നിരാശയിലേക്ക് തള്ളിവിട്ടത് എന്ന തന്റെ വിശ്വാസം ഊന്നി പറയാൻ അവൾ ഇങ്ങനെ തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ടേയിരുന്നു. പോലീസ് അവളുടെ ഈ നീണ്ട പ്രസംഗം നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നു. അവൾ പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം പങ്കുവയ്ക്കാൻ അവളെ അനുവദിച്ചു. ഒടുവിൽ അവൾ നിർത്തിയപ്പോൾ പോലീസുകാർ ശാന്തമായി മറുപടി പറഞ്ഞു. മാഡം, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട്. ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങൾ കാണിച്ചു തരാം. അബിയുടെ മരണത്തിന് ഉത്തരവാദി അബിയുടെ അമ്മ തന്നെയാണ് എന്ന് അവർ വിശ്വസിക്കാൻ കാരണം എന്താണ് അവർ വിശദീകരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ കാരണം നടപടിയിലെ കാലതാമസമാണ്. അവർ ആ സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയാൻ തുടങ്ങി. നിങ്ങളുടെ മകൻ അപ്പാർട്ട്മെന്റിനുള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അവൻ ഹെഡ്ഫോണുകൾ ഉപയോഗിച്ച് പാട്ട് കേൾക്കുകയോ വീഡിയോ ഗെയിം കളിക്കുകയോ ആണെന്ന് നിങ്ങൾ കരുതി. അപ്പോൾ വിഷമിക്കേണ്ട കാര്യം ഇല്ല. നിങ്ങൾ 1 മണിക്കൂറും 20 മിനിറ്റും വാതിൽ മുട്ടി. പക്ഷെ അത്ര സമയം നിന്നിട്ട് കൂടിയും അവന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അതിനുശേഷം ഒരു സ്പെയർ താക്കോൽ വാങ്ങാൻ നിങ്ങൾ ഫ്ലാറ്റ് ഉടമയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ വാതിൽ തുറക്കാനും ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യാൻ 1 മണിക്കൂർ കാത്തിരുന്നത്? രണ്ടാമത്തെ കാരണം ഈ സംഭവങ്ങളുടെ എല്ലാം പൊരുത്തക്കേടാണ്. CCTV ദൃശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടു ജോലിക്കാരി ഉച്ചയ്ക്ക് 2:22 ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിയതായി കാണിക്കുന്നുണ്ട്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മകൻ ഉച്ചയ്ക്ക് 2:30-നും 3-നും ഇടയിൽ മരിച്ചുവെന്നാണ് സ്ഥിരീകരിച്ചത്. അതിനുശേഷം വൈകുന്നേരം ഒരു 3:30-നാണ് നിങ്ങൾ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങുന്നത്. അതാണ് CCTVയിലും കാണിക്കുന്നത്. നിങ്ങൾ പോയതിനു ശേഷം മറ്റാരും ആ ഫ്ലാറ്റിലേക്ക് കയറിയിട്ടും ഇല്ല. പിന്നെ വൈകുന്നേരം ഒരു 6-6:30 നിങ്ങൾ ഫ്ലാറ്റിലേക്ക് മടങ്ങി വരുന്നത്. അകത്തേക്ക് കയറിയ ഉടനെ ബാത്റൂമിലേക്ക് ഓടിക്കയറി നിലവിളിക്കാനും തുടങ്ങി. ഇങ്ങനെ പോലീസ് തെളിവുകൾ നിരത്തുന്നത് കണ്ടപ്പോൾ അൽക്ക ആകെ ഞെട്ടിപ്പോയി. മൂന്നാമത്തെ കാരണം സംശയാസ്പദമായ പ്രസ്താവനകളാണ്. ഇവിടെ ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്ന് അവളുടെ സ്വന്തം വാക്കുകൾ തന്നെയായിരുന്നു. അഭിയുടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റിയപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അബി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? പരീക്ഷാഫലം മോശമായതിന് നീ എന്തിനിങ്ങനെ ചെയ്തു? ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ ഹൃദയം ആ സമയം വളരെ വേദനയാൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പുലമ്പുന്നത് എന്ന് പലരും കരുതി. ഈ ദാരുണമായ സംഭവത്തിന് കാരണം തൻ്റെ മകൻ അബി തന്നെയാണ് എന്ന് അവൾ എല്ലാവരോടും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ പരീക്ഷാഫലം മോശമായതിനാലാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞു. അതായിരുന്നു അവന്റെ പ്രവൃത്തിക്ക് പിന്നിലെ കാരണം. പക്ഷേ അവൾ എന്തിനാണ് അവനെ അത്ര പെട്ടെന്ന് അങ്ങനെ കുറ്റപ്പെടുത്തിയത്? എന്തുകൊണ്ട് അവൾക്ക് അതിനെക്കുറിച്ച് ഇത്ര ഉറപ്പുണ്ടായിരുന്നു? ഈ വാക്കുകളായിരുന്നു അവൾക്ക് ഇതിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ തുടങ്ങിയത്. നാലാമത്തെ കാരണം അസാധാരണമായ സമയമായിരുന്നു.
പോലീസ് അവളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചു. അതിലൂടെ കണ്ടെത്തിയത് വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. എല്ലാ ദിവസവും അയൽക്ക സാധാരണയായി വൈകുന്നേരം 4:30 ബാഡ്മിന്റൺ പരിശീലനത്തിനായി വീട്ടിൽ നിന്നും ഇറങ്ങും. അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4:45 ഇറങ്ങും. എന്നാൽ ഈ പ്രത്യേക ദിവസം വളരെ വ്യത്യസ്തമായിരുന്നു. അവൾ 1 മണിക്കൂറിന് മുൻപ് വൈകുന്നേരം 3:30 തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. മറ്റൊരു വിചിത്രമായ കാര്യം പോലീസ് ശ്രദ്ധിച്ചത്, ഉച്ചയ്ക്ക് 2:40 മുതൽ തന്നെ അവൾ ബാഡ്മിന്റൺ കളിക്കാൻ പോവുകയാണ് എന്ന് പല തവണ സുഹൃത്തുക്കളോട് പറയുകയും അവരെ കളിക്കാൻ വരാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. പോലീസ് ഇങ്ങനെ തെളിവുകൾ ഹാജരാക്കാൻ തുടങ്ങിയപ്പോൾ അൽക്ക അങ്ങനെ സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ കണ്ണുകൾ ആ ഉദ്യോഗസ്ഥരെ തന്നെ അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. വീണ്ടും പോലീസ് കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ മകന്റെ കഴുത്തിൽ ഒരു ചങ്ങല പോലെ തോന്നിക്കുന്ന ഒരു അടയാളം ഉണ്ടായിരുന്നു. ആ ചങ്ങല ഇപ്പോൾ എവിടെയാണ്? തന്റെ മകൻ ചിലപ്പോൾ ചെയിൻ ധരിക്കാറുണ്ടെന്നും മറ്റു ചിലപ്പോൾ അത് ഊരി മാറ്റാറുണ്ടെന്നും അൽക്ക നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ അവളോട് ആ ചെയിൻ എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന് ചോദിച്ചു. മകനെ കൊല്ലാൻ ആ ചങ്ങല തന്നെ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു വിശ്വാസം. അതായിരുന്നു അവരുടെ ചോദ്യത്തിന്റെയും കാരണം. വൈകുന്നേരം 6 മണി അല്ലെങ്കിൽ 6:30 അവൾ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറി. അതേസമയം ഫ്ലാറ്റ് ഉടമയുടെ ഭാര്യ ആ വീട്ടിലേക്ക് ഓടി വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അൽക്ക വളരെ വേഗത്തിൽ മകന്റെ കഴുത്തിൽ നിന്നും ആ ചങ്ങല ഊരി മാറ്റി. പോലീസ് പതിയെ എല്ലാ തെളിവുകളും അൽക്കയുടെ മുൻപിൽ പടിപടിയായി നിരത്തി വെച്ചു. പിന്നെ അവർ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് സ്വന്തം മകനെ കൊന്നത്? നീയും നിന്റെ ഭർത്താവായ അനുപമും കഷ്ടപ്പെട്ട് ജനിപ്പിച്ച കുഞ്ഞല്ലേ ഇത്? സ്വാഭാവികമായി ഗർഭിണിയാകാൻ കഴിയാത്തപ്പോൾ പോലും IVF വഴി നിങ്ങൾ കടന്നുപോയി. പിന്നെയും എന്തിനു നീ ഇങ്ങനെ ചെയ്തു? കൊലപാതകത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. സത്യത്തിൽ ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം നിങ്ങളെയും ഞെട്ടിപ്പിക്കും. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ലൈക്ക് തരിക, പറ്റുമെങ്കിൽ ഒരു കമന്റും. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൽക്കയെ കുറിച്ച് പറയണമെങ്കിൽ അവൾ ഇൻസ്റ്റഗ്രാമിൽ സജീവയായിരുന്നു. അനുപം ആൽക്കയും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ അവൾ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. അനുപമിന്റെ ജോലിയും സ്ഥലം മാറ്റത്തിനുമൊക്കെ ശേഷം അൽക്കയ്ക്ക് വളരെ ഏകാന്തത അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷെ അതിലും ആഴത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. യഥാർത്ഥ പ്രശ്നം അവരുടെ മകൻ അബി ആൽക്കയോട് നിരന്തരം നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെല്ലാം എവിടേക്കാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് പോകുന്നത്, എന്തിനാണ് ഇങ്ങനെയുള്ള മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, എന്തിനാണ് വെസ്റ്റേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, എന്തുകൊണ്ടാണ് നെറ്റിയിൽ കുങ്കുമമിടാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൻ അറിയണമായിരുന്നു. അമ്മ റീലുകൾ ചെയ്യുന്നതൊന്നും അബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയൽക്കാർ പലപ്പോഴും ഇവരുടെ ഈ വിവാദങ്ങളെല്ലാം കേട്ടിരുന്നു. അവർ തമ്മിലുള്ള ഈ പിരിമുറുക്കം ആൽക്കയെ ഒരു തകർച്ചയിലേക്ക് തന്നെ തള്ളിവിട്ടു. പ്രത്യേകിച്ച് ആ നിർഭാഗ്യകരമായ ദിവസം. അഭിയുടെ പരീക്ഷയുടെ റിസൾട്ടായിരുന്നു അന്ന്. അവന് മാർക്ക് വളരെ കുറവായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തി തൻ്റെ പരീക്ഷയ്ക്ക് വളരെ മോശം ഫലമാണെന്നും അവൻ പറഞ്ഞു. ഈ നിമിഷമായിരുന്നു ആൽക്കയെ വളരെയധികം തളർത്തിയത്. പിന്നീട് വീട്ടുജോലിക്കാരി പോയപ്പോൾ ദേഷ്യത്തിൽ ആൽക്ക പാത്രങ്ങൾ എടുത്തെറിഞ്ഞു. അവർ തമ്മിലുള്ള തർക്കം കൂടുതൽ വഷളായി. ഈ ഘട്ടത്തിലാണ് അൽക്കയുടെ നിയന്ത്രണം നഷ്ടമായത്. മകന്റെ കഴുത്തിൽ കിടന്ന ചെയിൻ ഉപയോഗിച്ച് തന്നെ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചവൾ കൊന്നു. എന്നിരുന്നാലും അൽക്ക കുറ്റം തുറന്ന് സമ്മതിച്ചില്ല. വാസ്തവത്തിൽ ആൽക്ക ഒരിക്കലും അബിയെ ഉപദ്രവിക്കുന്നവളല്ല എന്നാണ് ഭർത്താവായ അനുപം തറപ്പിച്ച് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയാത്ത സ്നേഹനിധിയായ ഒരു അമ്മയാണ്. ഇങ്ങനെയാണ് അയാൾ അവളെ വിശേഷിപ്പിക്കുന്നത്. പോലീസ് ഈ കേസ് ശരിയായി അന്വേഷിക്കുന്നില്ല എന്നും അവർ ആൽക്കയെ തെറ്റായി കുറ്റപ്പെടുത്തുകയാണ് എന്നുമാണ് അനുപം വിശ്വസിക്കുന്നത്. സത്യത്തിൽ ഇതൊരു പുതിയ കേസായതിനാൽ അന്വേഷണം തുടരുകയാണ്. കൂടാതെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കും. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? എല്ലാ തെളിവുകളും അവൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു കുഞ്ഞിനു വേണ്ടി 7 വർഷം കാത്തിരുന്ന ഒരമ്മയ്ക്ക് ഇത്തരമൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. കൂടുതൽ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ചും ക്രൈം കേസുകളെ കുറിച്ചും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചെയ്യേണ്ടത് ഒന്നേ ഒന്ന് മാത്രം, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.